അൺബോക്സ് ചെയ്യാൻ പോവാണെന്നുള്ള വ്യാജന വീണ്ടും അൺബോക്സ് ചെയ്യാനാട്ടാ. കാരണം ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ പുതിയ മൈക്ക് തന്നെയാണ്. നമ്മുടെ ലെക്ചർ തുറക്കാൻ പോണു ഗൈസ്. ലെക്ചർ നമ്മുടെ ഇല്ലേ ബോക്സ് തുറക്കുമ്പോ തന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട് കേട്ടോ. ഇവന് ആദ്യം തന്നെ നോട്ടം ഇട്ടേക്കണത് ഇതിലുള്ള സ്റ്റിക്കറിലാണ് കേട്ടോ. ഈ മൈക്കിലുള്ള ഇവരുടെ ബ്രാൻഡിന്റെ ഒരു എംബ്ലോക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു സ്മൈലി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ചാർജിങ് കേസ്. ഇതിനകത്താണ് നമ്മുടെ 2 മൈക്കും പിന്നെ ഒരു റിസീവർ ഇരിക്കുന്നത്. പിന്നെ 2 പുറത്തായിട്ട് ഐഫോണിന്റെ റിസീവർ വന്നിട്ടുണ്ട്, പിന്നെ സ്മാർട്ട് ഫോണിന്റെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ചാർജിങ് കേസ്. കാരണം ഇല്ലേ നമ്മുടെ വീഡിയോസ് എപ്പോഴും മുടങ്ങി പോകുന്നതിന്റെ ഒരു കാരണേ ഞാൻ മൈക്ക് ചാർജ് ചെയ്തിടാൻ മറന്നു പറഞ്ഞിട്ടാ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഉപയോഗം കഴിയുമ്പോഴേക്ക് ഇതിനകത്തേക്ക് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് ആയിക്കോളൂ. അപ്പൊ ഇതിനകത്തുള്ള ചാർജിന്റെ അളവ് ഇതിനകത്തുള്ള ആ ഒരു ലൈറ്റിലൂടെ അറിയാൻ പറ്റും കേട്ടോ. ഇത് തീരുമ്പോഴേക്കും ഈ സി പിന്നോണ്ട് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കണ്ടോ എന്താ പറയണ അതുകൊണ്ട് കേട്ടോ. ബട്ടൺസിന്റെ അത്രേ ഉള്ളു കേട്ടോ, അത്രയും കുഞ്ഞു മൈക്കാണ്. ഇതിന്റെ ബാക്കിലായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ ഒട്ടിയിരുന്നോളൂ. മാലയാക്കി ഇടണമെങ്കിൽ അതിന് പറ്റിയ ഒരു ചെയിൻ, 2 ചെയിൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ വിൻഷീൽഡ് ഇല്ലേ, നമുക്ക് ബീച്ചിലൊക്കെ പോയി വീഡിയോ എടുക്കണമെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുവേ. പിന്നെ ഇത് കൊണ്ടു നടക്കാൻ പറ്റിയ ചെറിയൊരു ബാഗും സീപ്പിന്റെ കേബിളും. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇല്ലേ ഇതിന് താഴെയായിട്ട് ഒരു ബ്ലൂ ലൈറ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് നിൽക്കുവാണെങ്കിൽ ഗ്രീൻ കളറിലെ ലൈറ്റ് വരും. അങ്ങനെയാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ആണ്, അതായത് പുറത്തുള്ള സൗണ്ടുകളൊന്നും കേൾക്കത്തില്ല. ഇനി നമ്മൾ റോഡിലോ ബീച്ചിലോ ഒക്കെ ആണെങ്കിൽ അതിന്റെ സൗണ്ടും കൂടി വരണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ഇട്ടാ മതിയെ. നമ്മുടെ പഴയ മൈക്കിന്റെ പകുതി വില വന്നിട്ടുള്ള കേട്ടാ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൈക്കിന്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്പോ